അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ടിനി ടോമിനെതിരായ പരാതിയിൽ പോലീസ് നടപടി വൈകിയാൽ കോടതിയെ സമീപിക്കുമെന്നാണ് അൻസിബ ഹസൻ പറയുന്നത്. അമ്മ ഭരണസമിതിക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ താൻ തയ്യാറല്ല. വേട്ടക്കാർക്ക് മുന്നിൽ തന്നെ പരാതി പറയാൻ ആവശ്യപ്പെടുന്നത് തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും അൻസിബ ഹസൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി അയച്ചിട്ട് അതിനൊരു നടപടി ഇല്ലെങ്കിൽ പിന്നെ കോർട്ടിൽ പോകേണ്ടി വരും. ഒഫീഷ്യലി ആരും വിളിച്ചിട്ടില്ല. അൺഒഫീഷ്യലി കുറച്ച് കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കൾ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ ദ്രോഹങ്ങൾ കാണിച്ച ഇവരുടെ മുന്നിൽ തന്നെ പോയിട്ട് വീണ്ടും ഞാൻ ഈ പരാതിയുമായിട്ട് ചെന്നിട്ട് എനിക്ക് എന്ത് നീതി ലഭിക്കാനാ, അല്ലെങ്കിൽ തന്നെ എന്നോട് ഇതെല്ലാം ചെയ്ത ആളുകളുടെ മുന്നിൽ പോയി ഞാൻ വീണ്ടും പരാതി പറഞ്ഞ എനിക്ക് നീതി കിട്ടുമോ? ഞാൻ വീണ്ടും ഒരു പരിഹാസ കഥാപാത്രമല്ലേ ആവുക അവരുടെ മുന്നിൽ. അതിനെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരുടെ മുന്നിൽ തന്നെ പോവാത്തത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. സഹിൻ, അപ്പം ഈ തനിക്കെതിരെ അല്ലെങ്കിൽ തനിക്ക് ദ്രോഹം ചെയ്ത ആളുകൾക്ക് മുന്നിൽ പോയി മൊഴി കൊടുക്കാനില്ലെന്ന് നേരത്തെ തന്നെ അൻസിബ ഹസൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ചേരുന്ന ദിവസം കൂടിയാണ്. അപ്പം വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയുമാണ് അൻസിബ, അല്ലേ? തീർച്ചയായിട്ടും ആ നിലപാടിൽ നിന്നും അൻസിബ പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, നടൻ ടിനി ടോമിനെതിരെയുള്ള പരാതി കൂടുതൽ ശക്തമാക്കാനും അൻസിബ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസ് 3 ദിവസത്തിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ കോടതിയെ സമീപിക്കാനാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് നടപടിക്ക് വേണ്ടി മാത്രമാണ് അൻസിബ കാത്തിരിക്കുന്നതും. തൻ്റെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ തൻ്റെ പരാതി ലഭിച്ചെന്ന് പറയാനോ ഇതുവരെ ഒരു പോലീസുകാരനും അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനും തന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസം കൂടി താൻ ക്ഷമിക്കും. അതിനുശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ന്യായമായി തനിക്ക് ലഭിക്കേണ്ട നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് അൻസിബ പറയുന്നത്. നടൻ ടിനി ടോമിനെതിരെയുള്ള പരാതി ശക്തമായി തന്നെ കൊണ്ടുപോകാനാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്മ എക്സിക്യൂട്ടീവിന് മുന്നിൽ മൊഴി നൽകാൻ അൻസിബയെ വിളിച്ചിരുന്നു. താൻ ആ എക്സിക്യൂട്ടീവിന് മുന്നിൽ മൊഴി നൽകില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടിലാണ് അൻസിബ. കാരണം തന്നെ വേട്ടയാടിയ ആളുകൾക്ക് മുന്നിൽ തന്നെ താൻ വീണ്ടും പരാതിയുമായി പോയി നിൽക്കുന്നത് തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് അൻസിബ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ ഒരു ഭരണസമിതിയിൽ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഒരു നീതിപൂർവമായ ഒരു സമിതിയെ രൂപീകരിക്കണം. അതിൽ മാലാ പാർവതിയും ഒപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസനും കൂടാതെ രമേശ് പിഷാരടിയും എല്ലാം ഉണ്ടാകണം. ആ സമിതി വേണം എന്ന് തൻ്റെ പരാതി കേൾക്കാൻ എന്നുള്ളതായിരുന്നു അൻസിബയുടെ ആവശ്യം. എന്തായാലും എക്സിക്യൂട്ടീവ് ആ കാര്യം ചെവി കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ ഇനി ആ എക്സിക്യൂട്ടീവിന് മുന്നിൽ പരാതിയുമായി പോകില്ല എന്ന നിലപാടിലാണ് അൻസിബ ഉറച്ചു നിൽക്കുന്നത്.